ഈ മാറാത്തതായി ഒന്നേ ഉള്ളൂ അത് മാറ്റാണ് എന്ന് പറയുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ട്രാക്ടറിനെതിരെ സമരം നടത്തി സി പി എം, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി സി പി എം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ട്രാക്ടറൊക്കെ മാറി എ ഐയുടെ കാലത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഓരോ കാലങ്ങളിൽ അതിൻ്റേതായ അടിസ്ഥാനങ്ങളിൽ അന്നത്തെ കാലത്ത് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കർഷകരെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അന്നേരം യന്ത്രവൽകൃത ആൾക്കാരെ കൊണ്ടുവന്ന് യന്ത്രം ഓടിക്കാൻ അറിയാത്തവരെ ജോലി നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ യന്ത്രത്തിൻ്റെ കൂടെ സി പി എമ്മിന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അന്നത്തെ കാലത്ത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ അനുസരിച്ചിട്ട് സി പി എമ്മിലെ തൊഴിലാളികളുടെ കൂടെ നിൽക്കാനേ സി പി എം എന്നുള്ള തൊഴിലാളി പാർട്ടിക്ക് കഴിയൂ എന്നുള്ളതാണ്. അതിനൊരു മാറ്റങ്ങൾ വരികയും മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൽ ഈ തൊഴിലാളികളുടെ മക്കളെല്ലാം കമ്പ്യൂട്ടർ പഠിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറാത്ത ഒന്നേ ഉള്ളത് മാറ്റം എന്നുള്ള പറയുന്നതാണ്. അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് മതാടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെയും കാര്യം ഞാൻ പറയാം. ഇത്രയും നാളും SNDP പോലത്തെ NSS പോലത്തെ എല്ലാം മുൻപന്തിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനകളൊന്നും സി പി എമ്മിൻ്റെ നിലപാടുകളോട് മുന്നോട്ട് അനുകൂലമായി നിൽക്കുന്ന സംഘടനകളായിരുന്നില്ല. ആ കാലത്തോളൊന്നും സി പി എം അവരോട് അങ്ങനെ ഒരു വലിയ ചങ്ങാത്തം കൂടാൻ പോയിട്ടുമില്ല. അത് ഒരു മതസംഘടനകളുമായിട്ട് ചങ്ങാത്തം കൂടാൻ പോയിട്ടുമില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ മതസംഘടനകളൊന്നും സി പി എമ്മിൻ്റെ നിലപാടിനോട്, കാരണം നിരീശ്വരവാദ നിലപാടുകളോടൊന്നും താല്പര്യം അംഗീകരിക്കാത്ത ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല. അതുപോലെ തന്നെ സി പി എം അവരോടും ചങ്ങാത്തം കൂടുതൽ. ഇപ്പോഴത്തെ ആ കാലം മാറിയിട്ട് ഇന്നത്തെ സി പി എമ്മിൻ്റെ സംവിധാനങ്ങളോട് മതസംഘടനകൾ അങ്ങോട്ട് അനുകൂല നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. SNDP പോലെയുള്ള സംഘടന അങ്ങോട്ട് അവരുടെ അനുഭാവമായ നിലപാട് സ്വീകരിക്കുന്നു. NSS അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പ്രധാനപ്പെട്ട മതസംഘടനയെല്ലാം അങ്ങോട്ട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് സി പി എം തിരിച്ച് സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് സർക്കാരിനെ നിശിതമായി വിമർശിച്ച പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കാരണം തെറ്റ് ചെയ്യുന്ന അവർക്ക് പറ്റില്ല എന്നുള്ള കാലങ്ങളിൽ അവർ അതിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തുക എന്നുള്ളത് അതാത് മതസംഘടനകളുടെ ആവശ്യകതയും അത് സംഘടന മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇപ്പം പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ LDF സർക്കാരിനെ ശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പ സംഗമം ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നും അവിടുത്തെ വികസനത്തിന് വേണ്ടി നടത്തുന്നതെന്നും ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ആ മതസംഘടനകളെല്ലാം അവരെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. NSSഉം SNDP എടുക്കുന്ന നിലപാട് അത് തന്നെയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം സംഘടനകളും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, മലബാറിലേക്ക് മറ്റുള്ള സംഘടനകളുടെ പ്രോഗ്രാമുകളുമായിട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവരും ഈ പറയുന്ന സംവിധാനത്തോട് ഭാഗമാവും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതോടുകൂടി ഭാഗമാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം കാന്തപുരം മുസ്ലിയാരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ പിണറായി വിജയൻ, ഇടതുപക്ഷ സർക്കാരുമാണ് വർഷങ്ങളായിട്ട്. അപ്പം നോക്കി പറയുമോ ഹിന്ദുക്കളെ മാത്രമല്ലേ നോക്കുന്നുള്ളൂ, മുസ്ലിങ്ങളെ നോക്കുന്നില്ലല്ലോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പം ഓരോ സംഘടനകളുടെ അവരുടെ അടിത്തറയ്ക്കൊപ്പമായി നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. സർക്കാരിനും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരേ നിലപാടേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതിനോട് സഹകരിക്കുന്നവരെല്ലാം അതിൻ്റെ ഭാഗമായി മാറും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളാണ് ഒന്ന് SNDP NSSഉം പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തോട് അടുത്തിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ആ ലെവലിലേക്ക് ആ പ്രസ്ഥാനങ്ങൾ മാറി എന്നുള്ളതാണ്. ആ മത സംവിധാനങ്ങൾ മാറി ഈ പറയുന്ന. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു 70% വരുന്ന ഈ പറയുന്ന രണ്ട് സംഘടന കൂടുമ്പോൾ കേരളത്തിൽ 70% വരുന്ന ഹിന്ദു സംഘടന ഏകദേശം ഒരു 35-40% വരും അത്. കാരണം മൊത്തം നോക്കുകയാണെങ്കിൽ അത്രയും അധികം സംവിധാനം ആരോടാണ്? ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ മാറ്റമാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ടേ കാര്യമില്ല. ഇതിനെ ഇത് അടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ശ്രമം പ്രതിപക്ഷത്തിന് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്തകൾ NSSുമായി സഹകരിക്കാൻ വേണ്ടി വാതിൽ തുറന്നിട്ടു എന്നുള്ളതാണ്. വാതിൽ തുറന്നിടുന്ന ആളുടെ പേരെന്താ അറിയോ? സുകുമാരൻ നായർ എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. ഇവിടെ എന്ത് വാതിൽ തുറന്നിട്ടെന്താ കാര്യം? അവരോട് എങ്ങനെ അടുക്കാൻ പറ്റും എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അത് നടക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈസൻ ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, KM മാണിനെ പോലെ NSSുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ച നേതാവ്, ഉമ്മൻചാണ്ടിനെ പോലെ NSSുമായി ഏറ്റവും ബന്ധം സൂക്ഷിച്ച നേതാക്കന്മാർ, ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ലൈസനിങ് വർക്കില്ലാതായി. ഇവരായിരുന്നു ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ലൈസൻസ് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാം, ലീഗുമായിട്ട് ഏറ്റവും കൂടുതൽ സംവിധാനം പ്രവർത്തിക്കേണ്ടത് ഉമ്മൻചാണ്ടിയും KM മാണിയും കുഞ്ഞാലിക്കുട്ടിയാണ്. അവരൊരു കോക്കസായി നിന്ന് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോയി. അങ്ങനെ ഒരു സംവിധാനം ഇന്ന് UDFിലില്ല. ആ UDFിൻ്റെ ദോഷമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, NSSന് ഒരു ആവശ്യം വന്നു. പ്രതിപക്ഷ പാർട്ടികൾ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരുമായിട്ട് ലൈസനുള്ള നേതാക്കന്മാരുടെ ഭാവമുണ്ട്. ലൈസനുള്ള നേതാക്കന്മാരുണ്ട്. ആ ലൈസനുള്ള നേതാക്കന്മാരുടെ കയ്യിൽ പവറില്ല.
നല്ല ബന്ധമുള്ള നേതാക്കന്മാരെ കയ്യിൽ പവറില്ലാത്ത സ്ഥിതിക്ക് അവരുമായിട്ട് ബന്ധത്തിൽ പുലർത്താൻ പറ്റില്ല. പിന്നെ എന്താ, അതിനേക്കാളും ബന്ധമുള്ള നേതാക്കന്മാർ ഇപ്പറേ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പിന്നെ ബന്ധം പുലർത്തി പോവുകയാണ്. അത് തന്നെയാണ് SNDPയിൽ സംഭവിക്കുന്നത്. നല്ല ബന്ധമുള്ള ആൾക്കാരുടെ അടുത്തില്ല. ഇതാ ക്രിസ്ത്യൻ സഭകളുമായിട്ട് ഇതേ പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ സഭകളിലുണ്ട്. ക്രിസ്ത്യൻ സഭകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ നേതാക്കന്മാരുടെ എണ്ണം എത്രയാണ് എന്ന് UDFൽ നോക്കിയാൽ വളരെ കുറവാണ്. വളരെ കുറവാകുന്ന സമയത്ത് അവിടേക്ക് അവർക്ക് കണക്ടിവിറ്റി എത്തുന്നില്ല, അവരുടെ ലൈസനിങ് നടക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നാകുന്നു പോകുന്നതാണ്. എല്ലാ കാലത്തും പാർട്ടികളെ കേഡർ സ്വഭാവത്തിൽ കൊണ്ടുവരികയും കേഡർ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർ ഇവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുകയും വേണം. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ ബാധിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്സ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഒരു കണക്കുകൂട്ടലിൻ്റെ ആവശ്യമില്ല. കണക്കുകൂട്ടൽ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നു, ഞാൻ ആരെ വിളിക്കുമെന്ന് ചോദിച്ചാൽ അവരെ മുന്നിൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ NSSലും SNDPയിലും നടക്കുന്നതാണ്. ഇപ്പോൾ അമൃതാനന്ദമായി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്തിൽ അന്ന് ഈ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്ന കാലത്ത് തന്നെ അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ? അവർ പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കോസ്റ്റൽ ഏരിയയിലുള്ള പാവപ്പെട്ട ആൾക്കാരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരൊരു ദൂതരായി കാണുന്നു, വിശുദ്ധരായി കാണുന്നു. അതിനെന്താണ് തെറ്റ് എന്ന് ചോദിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്. മനസ്സിലായോ? ആ നിലപാടോട് തന്നെയാണ് അതിനകത്ത് ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ ആ നിലപാടോട് കൂടി നിന്ന ആൾക്കാരുമാണ്. കാരണം ക്രിസ്ത്യൻ സമുദായത്തിൽ പുണ്യാളന്മാരെ, അതിൽ തന്നെ VS പറയുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ പുണ്യാളന്മാരെ ആദരിക്കുന്നുണ്ടല്ലോ. അവരുടെ സമുദായത്തിൽ അവരൊരു പുണ്യാളനെയോ ദൂതയായി കാണുന്നു. അതിനെന്താ ഇപ്പം തെറ്റ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു. ഇപ്പം എന്തിനാണ് വെറുതെ ഇപ്പം ഞാൻ പറയും ഇത്രയും 10-75 വയസ്സായ അമൃതാനന്ദബായിനെ വെറുതെ 72 ഇന്ന് അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആ അമൃതാനന്ദബായി അമ്മയെ ഇത്ര മോശമായി ചിത്രീകരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണ്, അവർ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ആൾക്കാർ ചിന്തിക്കേണ്ട കാലം വന്നു എന്നുള്ളതാണ്. നമ്മൾ തെറ്റിനെ തെറ്റായിട്ടും തെറ്റിനെ അല്ലാതെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പം ഇത് ഇപ്പം സജി ചെറിയാനെ വലിയ രീതിയിൽ ഇതിലേക്ക് വലിച്ചടിക്കാൻ നോക്കുന്നുള്ളത് എത്ര വൃത്തിയായി കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആദരിക്കേണ്ട ഒരു ആളാണ് അമൃതാനന്ദമയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തി ചില്ലറയല്ലാന്നേ. കാരണം എത്ര ആൾക്കാർക്കാണ് മരുന്ന് മേടിച്ചു കൊടുക്കുന്നത്, എത്ര ഹോസ്പിറ്റലുകളാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ അവരെ ഹോസ്പിറ്റൽ കൊണ്ടാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്, അറിയോ? ഒരു സംസ്ഥാനം മൊത്തം മുന്നോട്ട് പോകുന്നത് ഇവർ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റലുണ്ട്. അവിടെ എന്താണെന്നറിയോ? അവിടെ ഈ വലിപ്പത്തിലുള്ളൊരു മെഡിക്കൽ കോളേജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖല ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അത് ഫ്രീ ആയിട്ടാണ്, 1 രൂപ മേടിക്കാതെ ഫ്രീ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അമൃതാനന്ദമയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും വലിയ ആദരിക്കേണ്ട ആൾ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് സജി ചെറിയാൻ മാത്രം പോയാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത്രയും നാളും ഇത്രയും ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രചോദനം നൽകുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇന്നും എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്നേ. നമ്മൾ ഈ ചെയ്യാൻ കഴിയുന്നവരോട് വലിയ രീതിയിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, സാധാരണക്കാരന് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊന്നും കേരളത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതല്ലല്ലോ, ലോകത്ത് നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പണങ്ങളാണ്. മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഈ പറഞ്ഞ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയിട്ട് ഇവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് അവിടുന്ന് കിട്ടുന്ന വരുമാനം ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കി വരുന്ന ആൾക്കാരെ ആദരിക്കാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അതിന് കുറ്റം കണ്ടെത്തുക, ഒരു ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ ഒരു ചുംബിച്ചു, അത് അമ്മയുടെ പ്രായമുള്ള ഒരാൾ ചുംബിച്ച സജി ചെറിയാൻ ചോദിച്ചാൽ കറക്റ്റ് അല്ലേ? അമ്മയുടെ പ്രായമുള്ള ഒരാൾ ചോദിച്ചാൽ എന്താ പ്രശ്നം? അതെന്താ അവർക്ക് പ്രശ്നമില്ല, അവരത് വലിയ രീതിയിൽ അതിനെ എടുക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ വെറുതെ രീതിയിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആൾക്കാർക്ക് ഉള്ള ബഹുമാനം കൂടെ പോകും. ഈ പ്രതിപക്ഷ പാർട്ടികളൊന്നും ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയാം. അങ്ങനെ ചർച്ച ചെയ്താൽ ജനങ്ങൾക്ക് അവരോടുണ്ടാകുന്ന ബഹുമാനം ഇല്ലതും കൂടി ഇല്ലാതാവും. ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇപ്പം കേരളത്തിലെ സംവിധാനം എന്താണ്? നിങ്ങൾക്ക് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണോ പ്രവർത്തിക്കേണ്ടത്? അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും റൂട്ട് മാപ്പ് ഇവരുടെ കയ്യിലില്ല. ഏത് രീതിയിലാണ്? അപ്പോൾ അതാത് ദിവസം വരുന്ന വാർത്തകളെടുത്ത് അതാത് ദിവസത്തെ മറുപടി പറഞ്ഞു പോവുകയാണ്. അതിനേക്കാൾ അപ്പുറം ഇതെന്താണ് ഇങ്ങനെ ചെയ്യണം അല്ലെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു നിലപാടില്ല. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മതസംഘടനകൾ എങ്ങനെയാണോ ഇടതുപക്ഷത്തോട് ചേരുന്നത് അത് എന്ന് പറയുന്നത് അത് സ്വാഭാവിക പ്രക്രിയയായി കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറം ഒന്നും കണ്ട അത് അതിന് പകരം ഇടത് വലുതായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇടത് വലുതാവില്ല. കാരണം ഇടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.